ഗണപതിയും ലോകം ചുറ്റലും. ഒരിക്കൽ പരമശിവനും പാർവതി ദേവിയും തങ്ങളുടെ പുത്രന്മാരായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും അരികിൽ വിളിച്ചു. അവരുടെ കൈവശം അതീവ വിശിഷ്ടമായ ഒരു ജ്ഞാനപ്പഴം ഉണ്ടായിരുന്നു. അത് ആർക്ക് നൽകണം എന്നറിയാൻ അവർ ഒരു മത്സരം വച്ചു. ആരാണോ ഈ ലോകം 3 തവണ ആദ്യം പ്രദക്ഷിണം വെച്ചു വരുന്നത് അവർക്ക് ഈ ജ്ഞാനപ്പഴം നൽകും. ഇതായിരുന്നു നിബന്ധന. മത്സരം തുടങ്ങിയ ഉടനെ സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്തേറി അതിവേഗം ലോകം ചുറ്റാൻ പുറപ്പെട്ടു. സമുദ്രങ്ങളും പർവ്വതങ്ങളും താണ്ടി അദ്ദേഹം അതിവേഗം മുന്നോട്ടു പോയി. എന്നാൽ ഗണപതി ഒന്ന് ആലോചിച്ചു. തന്റെ വാഹനം ഒരു ചെറിയ മൂഷികനാണ്. എലിയുടെ പുറത്ത് കയറി ലോകം ചുറ്റുക എന്നത് പ്രായോഗികമല്ല എന്ന് ഗണപതിക്ക് അറിയാമായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ഗണപതി തന്റെ മാതാപിതാക്കളായ ശിവപാർവതിമാരുടെ അരികിലെത്തി. ഭക്തിപൂർവം അവരെ 3 വട്ടം വലം വെച്ചു. എന്നിട്ട് വിനീതനായി കൈകൂപ്പി നിന്നു. ശിവൻ അത്ഭുതത്തോടെ ചോദിച്ചു, മകനേ, നീ എന്താണ് ലോകം ചുറ്റാൻ പോകാത്തത്? ഗണപതി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എന്റെ മാതാപിതാക്കളാണ് എന്റെ ലോകം. നിങ്ങളെ വലം വെക്കുന്നതിലൂടെ ഞാൻ പ്രപഞ്ചത്തെ മുഴുവൻ വലം വെച്ചു കഴിഞ്ഞു. ഗണപതിയുടെ ഈ അറിവിലും ഭക്തിയിലും സന്തുഷ്ടരായ ശിവനും പാർവതിയും ആ ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി. ലോകം മുഴുവൻ ചുറ്റി തളർന്നെത്തിയ സുബ്രഹ്മണ്യൻ കണ്ടത് പഴവുമായി നിൽക്കുന്ന തന്റെ ജ്യേഷ്ഠനെയാണ്. ഗണപതിയുടെ വിവേകത്തെ സുബ്രഹ്മണ്യനും പ്രശംസിച്ചു.